how exceptional Canada is as a country in the way that we welcome new Canadians. We welcome immigrants. We see them as new Canadians who have so much to offer and so much to contribute. That is a great thing about Canada. Having said that, there have been some abuses to the system. Something that I think we all recognize is when it comes to international students, we have seen some institutions not invite students here to really give them a good education, but really to abuse them. And that is not okay, and that is why our government has stepped in and introduced a cap on international students. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അവരൊരു +2 കഴിഞ്ഞു അല്ലെങ്കിൽ അവരൊരു ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ നിൽക്കാനായിട്ട് ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറുമുള്ള എല്ലാ പേരൻസിൻ്റെയും ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴേ വസ്തു വിറ്റിട്ടായാലും അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടായാലും ഞങ്ങളുടെ കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്, നമ്മുടെ ഒരു നാട് കടന്നു പോകുന്നത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസിൽ ഏകദേശം ഒരു 90% ആൾക്കാരും അവരുടെ ഡിഗ്രിയൊക്കെ പാസ്സായതിനു ശേഷം അവരൊരു ജോലിക്ക് വേണ്ടി അവരുടെ സ്റ്റേ ബാക്കിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സമയത്ത് അവർക്കൊരു ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും ജനസംഖ്യ കൂടിക്കഴിഞ്ഞപ്പോൾ UK സംബന്ധിച്ചുള്ള അവിടെ നെറ്റ് എമിഗ്രേഷൻ്റെ എല്ലാ ലിമിറ്റും കടന്നു കഴിഞ്ഞപ്പോൾ UK ഗവൺമെൻറ് പുതിയ പ്രഖ്യാപനം വന്നു. ഇനിയിപ്പോൾ സ്റ്റുഡൻ്റായിട്ട് UKയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോൾ ഡിഫറൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. മാത്രവുമല്ല UKയിൽ ഇപ്പോൾ ഡിഗ്രിയൊക്കെ പാസ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരൊരു ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അവർക്കൊരു വർക്ക് പെർമിറ്റ് ലഭിക്കാനോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ജോലിയായിട്ട് ലഭിക്കാനോ ഉള്ള സാധ്യതകൾ വളരെയധികം കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസായിട്ട് UKയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. UKയിൽ വന്നിരിക്കുന്ന ആ ഒരു സെയിം ടൈമിൽ തന്നെ ധാരാളം ആൾക്കാരാണ് കാനഡയിലേക്ക് പോയിരുന്നത്. കാരണം കാനഡയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ PR ലഭിച്ചിട്ട് ധാരാളം സ്റ്റുഡൻസിന് കാനഡയിലേക്ക് പോയിട്ട് അവരുടെ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളും നേരിടുന്നതുകൊണ്ട് തന്നെ കാനഡയിലും ഇപ്പോൾ ഒരു വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാനഡയാണെന്നുണ്ടെങ്കിലും UK ആണെന്നുണ്ടെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം വലിയ പ്രയോജനമില്ലാത്ത രാജ്യങ്ങളായിട്ട് മാറിയിരിക്കും. ജോലി കിട്ടാനായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന സ്റ്റുഡൻസാണ് ഇപ്പോഴേ കാനഡയിലും UK-യിലും ഉള്ളത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഏകദേശം നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവരിപ്പോഴേ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോഴേ കടന്നു പോകുന്നത്. അതിനുശേഷം ഇന്ത്യൻ സ്റ്റുഡൻസ് മനസ്സിൽ കണ്ട ഏറ്റവും വലിയ ഒരു സ്വപ്ന രാജ്യമായിരുന്നു ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ UK-യും കാനഡയും ഇല്ലെങ്കിലും ഓസ്ട്രേലിയക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. കാരണം വലിയൊരു രാജ്യമാണ്, ഇഷ്ടംപോലെ തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു, ഓസ്ട്രേലിയയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. 2024 കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിൽ ഏകദേശം ഒരു 7,17,500 സ്റ്റുഡൻസ് ആണ് ഓസ്ട്രേലിയയിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓസ്ട്രേലിയയും ഇപ്പോഴ് ഈ ഒരു പാർപ്പിട സൗകര്യങ്ങൾ അതുപോലെയുള്ള മറ്റു സൗകര്യങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. റെൻറ്റിന് വീട് കിട്ടാനായിട്ട് എല്ലായിടത്തും തന്നെ ബുദ്ധിമുട്ടാണ്. ഓസ്ട്രേലിയയിലും ഈ ഒരു സെയിം പ്രോബ്ലമാണ് ഇപ്പോഴേ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇപ്പോഴേ ഇനിയുള്ള ഈ ഒരു വിദ്യാർത്ഥികൾ, ഇൻ്റർനാഷണൽ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിലൊരു ലിമിറ്റ് കൊണ്ടുവരാനായിട്ട് പോകുന്നുള്ള വാർത്തകളാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത്. 2025 ജനുവരി മുതൽ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം 2,70,000 പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കോവിഡിൻ്റെ മുമ്പുണ്ടായിരുന്ന സമയത്തിനേക്കാൾ ഏകദേശം ഒരു 10%, ഒരു 10% കൂടുതൽ സ്റ്റുഡൻസാണ് ഇപ്പോഴും കറൻ്റലി ഓസ്ട്രേലിയയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഗവൺമെൻറ്റും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ ഇപ്പോഴൊരു ലിമിറ്റ് കൊണ്ടുവരാനായിട്ട് പോകുന്നു. ഏകദേശം ഒരു കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 ഇരട്ടിയാണ് ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻസിൻ്റെ ഒരു പോപ്പുലേഷൻ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുന്നത്. 2024 ഏകദേശം ഒരു 18% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2025 ഈ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഏകദേശം 1,40,45,000 സ്റ്റുഡൻസിനെ
മാത്രമേ പ്രവേശിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ ഇപ്പോഴ് വന്നിരിക്കുന്നു. വൊക്കേഷണൽ ട്രെയിനിങ് മേഖലയിൽ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഏകദേശം ഒരു 95,000-ഓളം സ്റ്റുഡൻസിൻ്റെയും പ്രവേശനം മാത്രമായിരിക്കും 2025 ഉണ്ടാകുക. അതായത് ഇപ്പോഴേ നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആഫ്രിക്കൻ കൺട്രികളിൽ നിന്നുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ ഇപ്പോഴ് ഓസ്ട്രേലിയയും ഒരു ലിമിറ്റ് കൊണ്ടുവന്നിരിക്കുന്നുള്ള വാർത്തയാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർ ഏത് രാജ്യത്തേക്ക് പോകുമെന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത്. കാരണം UK-യിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വന്നിരുന്നത് എങ്കിൽ UK ഗവൺമെൻറ് ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് വിസയൊക്കെ നിർത്തലാക്കിയതോടെ UK-യിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടായിരിക്കുന്നത്. UK-യിലെയും കാനഡയിലെയും സ്റ്റുഡൻസിൻ്റെ അവസരങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 2 രാജ്യങ്ങളിലേക്കും സ്റ്റുഡൻസ് പോകുന്നതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ആ ഒരു സമയത്തായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻസ് എല്ലാവരും കണ്ണുവച്ചത്. ഇനിയിപ്പോൾ 2025 മുതൽ ഒരു ലിമിറ്റഡ് സംഖ്യ മാത്രമായിരിക്കും ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് പറ്റുന്നത്. ഇനിയിപ്പോൾ നോക്കുന്ന രാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയോ അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് ആയിരിക്കാം. പക്ഷെങ്കിൽ ജർമ്മനിയിലേക്ക് പോകുന്നത് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ഭാഷ പഠിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഭാഷ അറിയാതെ ധാരാളം ആൾക്കാർ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. UK-യിലെന്ന് പറഞ്ഞാൽ ആദ്യം 2 വർഷം കോവിഡിൻ്റെ ആ ഒരു സമയത്തൊക്കെ വന്നിരുന്നുള്ള ആൾക്കാർക്ക് ധാരാളം ജോലി ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് പോയ സ്റ്റുഡൻസിനും അവർക്കും അൺലിമിറ്റഡ് ആയിട്ടൊക്കെ കുറേയൊക്കെ ജോലി ചെയ്ത് നല്ലപോലെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ടാണ് ഓരോരോ പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് അവിടേക്ക് പോകുന്നത്. പഠിക്കുക എന്ന് മാത്രമല്ല, ഈ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ എക്സ്ട്രാ പണികളൊക്കെ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ സ്റ്റുഡൻസൊക്കെ വന്നു കഴിഞ്ഞ് 1-2 വർഷം കഴിയുമ്പോൾ അവരുടെ കപ്പാസിറ്റി ഓവറാവുന്നു. അവർക്ക് ആവശ്യത്തിന് അക്കോമഡേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ജോലികൾ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു ലിമിറ്റ് ഓവറായി കഴിയുമ്പോൾ ഇവരെല്ലാവരും തന്നെ ഈ എല്ലാ രാജ്യങ്ങളും തന്നെ പുതിയ നിയമങ്ങളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഏത് രാജ്യത്തേക്ക് പോയി പഠിക്കും അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്യുമെന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്ന ഒരു വർക്ക് പെർമിറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിന് ഒന്നുകൂടി ബെറ്റർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഒരു ജോലി ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചു വരവിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കേണ്ടതായിട്ട് വരത്തില്ല. പേരൻസും ഈ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ്. കാരണം എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതൊക്കെ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.